മനുഷ്യന് മനുഷ്യനോട് തന്നെ കരുണ തോന്നാത്ത കാലഘട്ടമാണിത്. വഴിയരികിൽ ഒരാൾ വാഹനമിടിച്ച് മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുമ്പോഴും നമ്മളിൽ പലരും കണ്ടില്ലെന്ന് നടിച്ച് കടന്നുപോകാറുണ്ട്. ഈ കാലഘട്ടത്തിലാണ് വാഹനമിടിച്ച് പരിക്കേൽക്കുകയും വിവിധ കാരണങ്ങളാൽ യജമാനന്മാർ ഉപേക്ഷിക്കുകയും ചെയ്ത ശ്വാനന്മാർ അടക്കമുള്ള ജീവികൾക്ക് സംരക്ഷണവുമായി എത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ സമൂഹത്തിന് മാതൃകയാവുന്നത്. കൊട്ടാര സദൃശമായ വീടുകളുടെ ഉമ്മറത്ത് അഹങ്കാരത്തോടെ നിന്നവർ, യജമാനന്റെ കൈവിരലിൽ തൂങ്ങിയ ചങ്ങലയുടെ അറ്റത്ത് കുടുങ്ങി തെരുവീഥികളിലൂടെ പ്രഭാത സവാരിക്കിറങ്ങിയവർ, തെരുവീഥിയിൽ ജനിച്ച് കാണുന്നവരുടെയെല്ലാം കല്ലേറുകൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഏതോ അജ്ഞാത വാഹനം അറിഞ്ഞോ അറിയാതെയോ ഇടിച്ചിട്ടു പോയവർ, കണ്ണു തുറക്കും മുമ്പ് അമ്മയുടെ അരികിൽ നിന്നും എടുത്തുമാറ്റപ്പെട്ടവർ, അങ്ങനെയുള്ള ഒരുപാട് ശ്വാനന്മാരാണ് ഇവിടെ മൃഗസ്നേഹികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംരക്ഷണയിലുള്ളത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റെടുക്കപ്പെട്ടവയാണ് എല്ലാം. മനുഷ്യന് അവന്റെ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ മറ്റൊരാളോട് പറയാൻ സാധിക്കും. എന്നാൽ മൃഗങ്ങൾക്ക് അങ്ങനെ കഴിയില്ലല്ലോ എന്ന ആശങ്കയിൽ നിന്നാണ് ഇത്തരമൊരു ആശയമുണ്ടായതും പ്രവർത്തനം തുടങ്ങിയതുമെന്ന് കൂട്ടായ്മയിലെ അംഗമായ കുളങ്ങാട്ടുകര സ്വദേശിനി ഷാലി കണ്ണൻ പറയുന്നു. പോസ് തൃശ്ശൂർ എന്ന് പറഞ്ഞ സംഘടന ഇപ്പോൾ ഒരു വർഷമായി നമ്മൾ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തിട്ട്. പ്രീതി ശ്രീവത്സൻ ആണ് ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ആൾക്കാരിൽ ആനിമൽ ലവ്, മൃഗങ്ങളോടുള്ളൊരു സ്നേഹം വളർത്തിയെടുക്കലാണ് നമ്മുടെ മെയിൻ എയിം. അതിനായിട്ട് നമ്മൾ സ്കൂളുകളിൽ അവയർനെസ് പ്രോഗ്രാം, കുട്ടികളിൽ ഇത് വളർത്തിയെടുക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സ്കൂളുകളിൽ അവയർനെസ് പ്രോഗ്രാംസ് നടത്തും. പിന്നെ നമ്മൾ ചെയ്യുന്നത് റെസ്ക്യൂ വർക്കാണ്. അപകടങ്ങളിൽ ഇങ്ങനെ ഇഞ്ചുറി ആയിട്ട് കിടക്കുന്ന ആനിമൽസ്, ഡോഗ്സാണ് മെയിൻലി നമ്മൾ ചെയ്യുന്നത്. അവരെ റെസ്ക്യൂ ചെയ്ത് അവർക്ക് ചികിത്സ നൽകി, ഇപ്പോൾ നാടൻ നായ്ക്കളാണെങ്കിൽ ചികിത്സ നൽകിയിട്ട് അവർ റിക്കവറി ആകുമ്പോൾ അതേ സ്ഥലത്ത് നമ്മൾ തിരിച്ചു കൊണ്ടാക്കും അവരെ. പിന്നെ ഇങ്ങനത്തെ പപ്പീസിനെ നമ്മൾ ആൾക്കാർ ഉപേക്ഷിക്കുന്നതും ചാക്കിലൊക്കെ ആക്കിയിട്ട് അവർ കളയും ആൾക്കാർ. പപ്പീസിനെ കൊണ്ടുവന്ന് അവർക്ക് എല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ വെച്ചിട്ട് നമ്മൾ തിരിച്ച് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ അഡോപ്ഷന് കൊടുക്കും. ഫ്രീ ആയിട്ടാണ് നമ്മൾ അഡോപ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. പീപ്പിൾ ഫോർ ആനിമൽ വെൽഫെയർ സർവീസസ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചാണ് പ്രവർത്തനം. പ്രീതി ശ്രീവത്സനാണ് കൂട്ടായ്മ സ്ഥാപിച്ചത്. ഇപ്പോൾ 60ഓളം അംഗങ്ങളുണ്ട്. എന്നാലും 10ൽ താഴെ പേർ മാത്രമേ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുള്ളൂ എന്ന് ഷാലി ACVയോട് പറഞ്ഞു. ഒരു വർഷം കൊണ്ട് 60ലധികം ഓമന മൃഗങ്ങളാണ് ഈ കൂട്ടായ്മയുടെ സംരക്ഷണത്തിൽ വന്നു ചേർന്നത്. അവയിലധികവും പകുതി ജീവൻ പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. മരുന്നും ഭക്ഷണവും അതിനെല്ലാം ഉപരി സ്നേഹസാന്ത്വനവും നൽകി ഭൂരിഭാഗം ജീവനുകളെയും ഈ സംഘം നിലനിർത്തി. ഓരോ ദിവസം ചെല്ലുന്തോറും വലിച്ചെറിയപ്പെടുന്നവയുടെയും അപകടം പിണഞ്ഞ് കാണപ്പെടുന്നവയുടെയും എണ്ണം കൂടി വരുന്നതാണ് ഈ സംഘത്തെ ഏറെ വേദനിപ്പിക്കുന്നതെന്ന് ഷാലി പറഞ്ഞു. എല്ലാത്തിനെയും സംരക്ഷിക്കാൻ സ്ഥലമില്ല, പിന്നെ ഭക്ഷണവും പ്രധാന കാര്യമാണ്, ഷാലി നിരാശയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾക്ക് വെക്കാനുള്ള എല്ലാ സ്ഥലങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ നമുക്കൊരു ഡോഗിനെ കിട്ടുകയാണെങ്കിൽ അവരെ വെക്കാൻ ആൾക്കാരും കൂടി നമ്മളോട് ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ, ഫോസ്റ്റർ ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഫോസ്റ്റർ ഹോം എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന ഡോഗ്സിനെ താൽക്കാലികമായിട്ട് അവരൊരു പെർമനന്റ് വീട്ടിലേക്ക് പോണ വരയ്ക്കും അവരെ വെക്കാനുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഫോസ്റ്റർ ഹോംസ് എന്നുള്ള കൺസെപ്റ്റ് തൃശ്ശൂർ കുറച്ചും കൂടി വരാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്പായിരിക്കും. ആൾക്കാർ നമ്മുടെ കൂടെ സഹകരിച്ച് കുറച്ച് മൃഗസ്നേഹമുള്ള ആൾക്കാർ അവരുടെ വീടുകളിലും ഇതുപോലെ ഈ നായ്ക്കളെ കുറച്ച് ദിവസത്തേക്ക് അവരുടെ ഫുൾ ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ ആരെങ്കിലും അവരെ അഡോപ്റ്റ് ചെയ്യണവരയ്ക്കും വെക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഓർഗനൈസേഷന് ഏറ്റവും വലിയൊരു ഹെൽപ്പാവും. ഏറ്റെടുക്കപ്പെട്ടവയിൽ പലതിനെയും നോക്കാൻ ആരെങ്കിലും വരുമോ എന്ന് പരസ്യവും മറ്റ് പ്രചാരവും നൽകി കാത്തിരിക്കുകയാണ് ഈ സംഘം. സംഘടനയുടെ സ്ഥാപകയായ പ്രീതി ശ്രീവത്സന്റെ ബന്ധുവിന്റെ പറമ്പിലാണ് ഇപ്പോൾ പട്ടികൾക്കായുള്ള സംരക്ഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇവിടെ 30ഓളം എണ്ണമാണ് ഉള്ളത്. സംഘത്തിൽപ്പെട്ടവരുടെ വീടുകളിലും 2-3 എണ്ണത്തിനെ കൊണ്ടുപോയി വളർത്തുന്നുമുണ്ട്. ഒഴിവാക്കപ്പെടുന്നവയെ സംരക്ഷിക്കുന്നതോടൊപ്പം
ജീവനുള്ള ഒന്നിനെയും ഒഴിവാക്കരുത് എന്ന അഭ്യർത്ഥനയും ഇവർക്കുണ്ട്.